ഹായ് ഫ്രണ്ട്സ്, അജു ആണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യമേ തന്നെ റീറ്റെയിലേഴ്സ് ആയിട്ട് നമ്മൾ ആദ്യം മാർക്കറ്റിൽ വരുമ്പോഴത്തേക്കും നമ്മൾ പല സ്റ്റോക്കുകളുടെയും പല മാർക്കറ്റ് സൈക്കിളുകളുടെയൊക്കെ ചാർട്ട് എടുത്ത് വെച്ചിട്ട് നമ്മൾ മനസ്സിൽ വിചാരിച്ച് നോക്കാറുണ്ട്. ഇത് താഴത്തെ ലെവലിൽ ഇന്ന സ്ഥലത്ത് നിന്നപ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ അകത്ത് പൊസിഷൻസ് മേടിച്ചിരുന്നെങ്കിൽ ഇപ്പം നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് മൾട്ടി ബാഗർ റിട്ടേൺസുകൾ ജനറേറ്റ് ചെയ്യാമായിരുന്നല്ലോ. അതായത് പാസ്റ്റ് നോക്കിയിട്ട് നമ്മൾ ചുമ്മാ അവിടെ മേടിച്ചിരുന്നെങ്കിൽ ഇവിടെ വിറ്റിട്ട് നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്കും നമ്മൾ കോടീശ്വരന്മാരായേനെ എന്ന് നമ്മൾ വിചാരിക്കുമായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ നോക്കാൻ നേരത്ത് മാർക്കറ്റിൻ്റെ അകത്ത് നമ്മൾ സൈക്കിളുകൾ ടൈം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കുന്ന കാര്യമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. നമ്മൾ പതുക്കെ പതുക്കെ എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഒരു SIP മോഡലിലോ അങ്ങനെയുള്ള മോഡലിലോട്ടൊക്കെ നമ്മൾ പോകുന്നതായിരിക്കും. അല്ലാതെ മാർക്കറ്റിനെ ടൈം ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിൽ നിന്ന് തന്നെ നമ്മൾ പതുക്കെ പതുക്കെ മാറിപ്പോകുന്നതായിരിക്കും നമ്മുടെ എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ചിട്ട്. പക്ഷേ എത്ര കണ്ട് എക്സ്പീരിയൻസ് കൂടിയാലും നമ്മളൊരു ബിഗ്ഗി ലെവലിലോട്ട് ഒരിക്കലും ചിന്തിക്കാറില്ല. മാർക്കറ്റിൻ്റെ അകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ബിഗ്ഗീസ് എല്ലാം തന്നെ മാർക്കറ്റിനെ പലപ്പോഴും അവർ സൈക്കിളുകൾ പ്രെഡിക്റ്റ് ചെയ്യാറുണ്ട്, ടൈം ചെയ്യാറുണ്ട്, അവർ ആ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്. അപ്പോൾ ആക്ച്വലി മാർക്കറ്റിനെ ടൈം ചെയ്യാൻ വേണ്ടി പറ്റുമോ? എങ്ങനെയാണ് ബിഗ്ഗീസ് ടൈം ചെയ്യുന്നത് മാർക്കറ്റിനെ? എന്തൊക്കെ ടൂൾസാണ് അവർ ഉപയോഗിക്കുന്നത്? ഈ കാര്യങ്ങളൊക്കെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എനിവേ, വെൽക്കം ടു ദ വീഡിയോ. ആൻഡ് എന്നും പറയുന്നത് പോലെ തന്നെ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ആദ്യമേ തന്നെ ഞാൻ നമ്മുടെ വ്ളോഗിൻ്റെ കാര്യം എല്ലാവരും ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളെല്ലാവരും തന്നെ മാക്സിമം വ്ളോഗ് വിസിറ്റ് ചെയ്യാനും അതേ കണക്ക് തന്നെ നിങ്ങൾ ഇമെയിൽ ID ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ജോയിൻ ചെയ്യാനും കൂടെ ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. കാരണം ഈ വ്ളോഗ് നിങ്ങൾ ഒരിക്കൽ ജോയിൻ ചെയ്ത് കഴിയുകയാണെങ്കിൽ ഇവിടെ നടക്കുന്ന പല അപ്ഡേറ്റുകൾ, സ്റ്റോക്ക് റിലേറ്റഡ്, മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പല അപ്ഡേറ്റുകളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ മെയിലിലോട്ട് വരുന്നതായിരിക്കും. അതല്ലാതെ നമ്മൾ പല സ്റ്റോക്കുകളെ പറ്റിയിട്ട് നമ്മൾ ചാനലിൽ ഡിസ്കസ് ചെയ്യാത്ത പല സ്റ്റോക്കുകളെ പറ്റിയിട്ടൊക്കെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ റൈറ്റപ്പ് കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ വ്ളോഗിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ മാക്സിമം വ്ളോഗ് വിസിറ്റ് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് കയറി നോക്കി അതിൻ്റെ അകത്ത് എന്തെങ്കിലും അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കാനോ വേണ്ടി ശ്രമിക്കുക. അതേ കണക്കിന് എല്ലാവരും ഇമെയിൽ ID ഉപയോഗിച്ചുകൊണ്ട് അതിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് വയ്ക്കാനും കൂടെ ശ്രമിക്കുക. എപ്പോഴും നമ്മുടെ ബാക്കിയുള്ള എല്ലാ സർവീസസും പോലെ തന്നെ ഇതും ഓബിയസ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ കോർ ടോപ്പിക്കിലോട്ട് വരാം. യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ഈ ഒരു ടോപ്പിക്ക് നമ്മൾ പല വീഡിയോസിലായിട്ട് പലപ്പോഴായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് ചെറിയ ചെറിയ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. അതിനെല്ലാം കൂടെ ക്രോണീകരിച്ചാണ് പറയാൻ പോകുന്നത്. അതിൻ്റെ വീഡിയോയുടെ ഏകദേശം ലാസ്റ്റിലോട്ട് ഇന്ന് വരെ പറയാത്ത കുറച്ച് കാര്യങ്ങളിലൂടെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്കിവിടെ മാർക്കറ്റിനെ ടൈം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനിവിടെ 2-3 ടൂൾസാണ് മെയിനായിട്ട് വരുന്നത്, അല്ലെങ്കിൽ 2-3 ഇൻഡിക്കേറ്റേഴ്സാണ് വരുന്നത്. ആ ഇൻഡിക്കേറ്റേഴ്സിനെ നോക്കുന്ന വഴിയിട്ട് നമുക്ക് മാർക്കറ്റിനെ ഏകദേശം ടൈം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. മാർക്കറ്റിനെ നമ്മൾ ലോങ് ടൈമിൽ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിന് ഒരു 3 വർഷം മുതൽ 4 വർഷം നീളുന്ന ഒരു ലോങ് ടൈം സൈക്കിളാണുള്ളത്. അതായത് ഒരു ബുൾ മാർക്കറ്റ്, അതിനുശേഷം ഒരു ബെയർ മാർക്കറ്റ്, പിന്നെ ഒരു സൈഡ് വേസ് മാർക്കറ്റ്. ഈ രീതിയിലാണ് ഈ ഒരു സൈക്കിൾ കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മാർക്കറ്റിനെ നമ്മൾ ടൈം ചെയ്യുക എന്ന് ഉദ്ദേശിക്കുമ്പോഴത്തേക്കും ഈ രീതിയിൽ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ബുൾ മാർക്കറ്റിൻ്റെയും കാര്യങ്ങളെയൊക്കെ ടൈം ചെയ്യുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. അല്ലാതെ ഒരു മാസത്തേക്കോ ഒരു വർഷത്തേക്കോ, മീൻസ് എന്താ പറയുക, ഒരു ആഴ്ചത്തേക്കോ ഒരു ദിവസത്തേക്കോ ഉള്ള ടൈമിംഗ് അല്ല പറയുന്നത്. ആ ഒരു ദിവസത്തേക്കും ഒരാഴ്ചത്തേക്കൊന്നും നമുക്ക് ഒരിക്കലും തന്നെ ടൈം ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് എന്തെങ്കിലും ചെറിയൊരു ന്യൂസ് ഫ്ലോയോ കാര്യങ്ങളൊക്കെ വരുന്നപ്പോൾ തന്നെ നമ്മൾ ആ അനലൈസ് ചെയ്ത് വെച്ചേക്കുന്ന മൊത്തം അനലൈസിസിനെ തെറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള കേപ്പബിൾ ആയിട്ടുള്ള ഒരു ന്യൂസ് വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. മാത്രമല്ല മാർക്കറ്റിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും അൺസർട്ടൺ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ചെറിയൊരു ഇഷ്യൂ വരികയാണെങ്കിൽ പോലും അത് ആ മാർക്കറ്റിൻ്റെ മൊത്തത്തിലുള്ള ട്രെൻഡ് തന്നെ മാറ്റിക്കളയുന്നതായിരിക്കും. പക്ഷേ ഈ ലോങ് ടൈം സൈക്കിൾ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഈ ലോങ് ടൈം സൈക്കിൾ വിട്ടിട്ട് മാർക്കറ്റ് വെളിയിൽ പോകുക എന്ന് പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ലോങ് ടൈമിൽ നമ്മൾ മാർക്കറ്റിൻ്റെ ബുൾ ഫേസിൻ്റെ അകത്താണ് നിൽക്കുന്നതെങ്കിൽ രാജ്യത്തിലൊരു യുദ്ധം വന്നാൽ പോലും കുറച്ച് നാളത്തേക്ക് ഒരു നീജർക്ക് റിയാക്ഷൻ വന്നതിന് ശേഷം, അതായത് പെട്ടെന്നുണ്ടാകുന്ന 1 മാസത്തെയോ 2 മാസത്തെയോ ഒരു ഡൗൺഫോൾ വന്നതിന് ശേഷം മാർക്കറ്റ് തിരിച്ച് റിക്കവർ ചെയ്ത് കയറി പോകുന്നത് തന്നെയായിരിക്കും. ഇത് നമുക്ക് കൊറോണ ക്രാഷിൻ്റെ സമയത്ത് നമ്മൾ കണ്ടതാണ്. കാരണം കൊറോണ ക്രാഷ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ രാജ്യത്തിനെ മൊത്തം പിടിച്ചു കുലുക്കി അത്ര വലിയൊരു സംഭവം നടന്നിട്ടും നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റുകൾ തിരിച്ച് മേലിലോട്ട് തന്നെ പെട്ടെന്ന് കയറി വരികയും അത് അതിൻ്റെ പ്രീവിയസ് ബുൾ മാർക്കറ്റ് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുകയും ചെയ്തതിൻ്റെ വളരെ വലിയ റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഒരു ബുൾ മാർക്കറ്റിൻ്റെ അകത്തായിരുന്നു എന്നുള്ളതാണ്. അല്ലാതെ നമ്മളൊരു ബുൾ മാർക്കറ്റിൻ്റെ ടോപ്പിൽ നിന്നപ്പോഴാണ് കൊറോണ വന്നിരുന്നതെങ്കിൽ നമ്മൾ മൊത്തത്തിൽ ഇടിഞ്ഞ് കുറച്ചധികം വർഷത്തേക്ക്, അതായത് 1 വർഷമോ 1.5 വർഷമോ നീളുന്ന ഒരു നോർമൽ ബെയർ മാർക്കറ്റിലോട്ട് നമ്മൾ പോകുമായിരുന്നു. നമ്മൾ ആ കറക്റ്റ് ഫേസിൽ നിന്നപ്പോഴത്തേക്കും ആ കൊറോണ ക്രാഷ് വന്നതുകൊണ്ടാണ് നമ്മൾ വലിയ പ്രോബ്ലം ഒന്നും ഇല്ലാതെ തന്നെ രക്ഷപ്പെട്ടു പോയത്. അപ്പോൾ ഈ ഒരു 3-4 വർഷത്തെ നോർമൽ നമ്മുടെ ഒരു മാർക്കറ്റ് സൈക്കിളുണ്ട്. ഈ മാർക്കറ്റ് സൈക്കിൾ നമ്മൾ ഫസ്റ്റ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കണം. ഇതെങ്ങനെയൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാമെന്നുള്ളതാണ് ആക്ച്വലി ഇന്ന് ഈ വീഡിയോ വഴിയിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. ഇത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ, ഇല്ലെങ്കിൽ ഈ ഒരു മാർക്കറ്റ് സൈക്കിൾ എന്താണെന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം എങ്ങനെയാണ് ഈ 3-4 വർഷത്തെ സൈക്കിൾ വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു പോയിന്റ് നിങ്ങൾ ആ വീഡിയോയിൽ വഴി കണ്ടാൽ മാത്രം മതിയാവും. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ്, എന്തൊക്കെ ഇൻഡിക്കേറ്റേഴ്സാണ് ഈ 3-4 വർഷത്തെ മാർക്കറ്റ് സൈക്കിളുകൾ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ഹൈക്കും അതേ കണക്ക് തന്നെ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ടോപ്പിങ്ങും ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ കട്ടും. ഇത് 3 കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. എവിടെ ഇൻട്രസ്റ്റ് റേറ്റ്
പീക്ക് ആവുന്നു. ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പം കൂടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ലെവൽ എത്തുമ്പോഴത്തേക്കും ഇൻട്രസ്റ്റ് റേറ്റ് പീക്ക് ആവും. ഇൻട്രസ്റ്റ് റേറ്റ് പീക്ക് ആയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുകയാണ്. മാർക്കറ്റ് ഇടിയാൻ വേണ്ടിയിട്ടുള്ള കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എന്നിട്ട് എന്ന് എഴുതിയിട്ട് ഉടനെ നമ്മളെല്ലാം വിറ്റ് മാറണമെന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. മാർക്കറ്റ് ഇടിയാൻ വേണ്ടിയിട്ടുള്ള കൗണ്ട് ഡൗൺ അവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ചിലപ്പോൾ 1 വർഷം കൂടെ ആ ബുൾ മാർക്കറ്റ് നീണ്ടുവെന്ന് വരാം, ചിലപ്പോൾ 1.5 വർഷം കൂടെ ആ ബുൾ മാർക്കറ്റ് നീണ്ടുവെന്ന് വരാം. അപ്പോൾ നമ്മുടെ കൗണ്ട് ഡൗൺ അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ കൃത്യമായിട്ട് ഇൻവെസ്റ്റഡ് ആയിരിക്കുക, പക്ഷേ നമ്മൾ കൃത്യമായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഇൻട്രസ്റ്റ് റേറ്റ് പീക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങോട്ടാണ് പോകുന്നത്? ഇൻട്രസ്റ്റ് റേറ്റ് ആ ലെവലിൽ തന്നെ സ്റ്റേബിളായിട്ട് നിൽക്കാനാണോ പോകുന്നത്? സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ എത്ര നാൾ സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ട്? അതിനുശേഷം എപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വരുന്നു എന്ന് നോക്കുക. ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വന്നു കഴിഞ്ഞാൽ അത് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ആ സമയത്ത് തന്നെ എക്കണോമി ഏകദേശം വളരെ ബാഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലോട്ട് പോയിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കുമല്ലോ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് കൊണ്ടുവരുന്നത്. അല്ല ചുമ്മാ അല്ല ഒരു റിസർവ് ബാങ്കോ അല്ലെങ്കിൽ ഫെഡറൽ ബാങ്കോ ഒക്കെ തന്നെ, ഫെഡറൽ ബാങ്ക് മീൻസ് ഫെഡറൽ റിസർവ്, നമ്മുടെ US-ൻ്റെ സെൻട്രൽ ബാങ്ക് ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് കൊണ്ടുവരുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ എക്കണോമി അത്ര കണ്ട് മോശം അവസ്ഥയിലോട്ട് പോയതുകൊണ്ടാണ് അവർ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ രീതിയിൽ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഷെയർ മാർക്കറ്റ് വളരെ ഷോർട്ട് ടൈമിൽ വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു ഫാക്ടറായിട്ട് കണക്കാക്കിയിട്ട് ഒരു 4 മാസം മുതൽ 8 മാസത്തിൻ്റെ അകത്ത് നമ്മുടെ മാർക്കറ്റ് പീക്ക് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ ബുൾ മാർക്കറ്റ് തീർന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. ആ ഒരു 4 മാസം മുതൽ 8 മാസത്തിൻ്റെ ഇടയിലുള്ള ഒരു ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് വളരെ ഫാസ്റ്റായിട്ട് ഷൂട്ട് ചെയ്യുകയും അതിനുശേഷമായിരിക്കും നമ്മുടെ മാർക്കറ്റ് പീക്ക് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ സൈക്കിളിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? അത് പീക്ക് ചെയ്തിട്ടുണ്ടോ? പീക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മളെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ടായി. അതായത് എക്കണോമി വളരെ മോശം അവസ്ഥയിലോട്ട് പോയി തുടങ്ങുമ്പോഴാണ് പീക്ക് ചെയ്യുന്നത്. ഇനി ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാൻ പറ്റത്തില്ല. ഇനി കൂട്ടുകയാണെങ്കിൽ ബാങ്കുകൾ ഇടിഞ്ഞു തുടങ്ങും. അതുകൊണ്ട് അവിടെ പീക്ക് ചെയ്യുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴെങ്കിലും അത് കുറച്ച് ഒരു 6 മാസമോ അല്ലെങ്കിൽ ആ ഒരു റേഞ്ച് ടൈമിലൊക്കെ ആകുമ്പോഴത്തേക്കും മാക്സിമം ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വരും. ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വന്നു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നൊരു 4 മാസം മുതൽ 8 മാസത്തെ ടൈം ഫ്രെയിം നമുക്കൊരു ആവറേജ് പറയാൻ പറ്റും. കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയെന്നിരിക്കാം, പക്ഷേ എന്നിരുന്നാലും ആവറേജ് ഒരു മിനിമം 4 മാസമെങ്കിലും അതിൻ്റെ റണ്ണപ്പ് ഒരു ലാസ്റ്റ് ലഗ് ഓഫ് റാലി നടക്കുന്നതായിരിക്കും. ചിലപ്പോൾ അത് 6 മാസമായിരിക്കും, ചിലപ്പോൾ അത് 8 മാസമായിരിക്കും. എനിവേ ഒരു 4 to 8 എന്നുള്ള രീതിയിൽ നമ്മളത് കൺക്ലൂഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ്. ഇത് നമ്മൾ ഇതിന് മുമ്പുള്ള വീഡിയോസിൽ കവർ ചെയ്തിട്ടുള്ള പോയിൻ്റാണ്. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നില്ല. എനിവേ മാർക്കറ്റിൻ്റെ അകത്തുനിന്ന് അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ എക്കണോമിക്കകത്തുനിന്ന് ലിക്വിഡിറ്റി സക്കൻ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ് എന്നും അതേ കണക്കിന് ലിക്വിഡിറ്റി ഇൻഫ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് എന്നുമാണ് പറയുന്നത്. ഈ 2 പ്രോസസ്സുകൾ നമ്മൾ നോക്കുക. ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ് നടക്കാൻ നേരത്ത് മാർക്കറ്റ് നോർമലി എന്ത് ചെയ്യുന്നു? മാർക്കറ്റിന് അതൊരു വളരെ ബാഡ് ആയിട്ടുള്ളൊരു അവസ്ഥയിലൂടെയാണ് മാർക്കറ്റ് പോകാൻ പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ് വരുമ്പോഴത്തേക്കും മാർക്കറ്റ് ഇടിയാനുള്ള ചാൻസ് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ഫസ്റ്റ് പോയിന്റുകളായിട്ട് നമ്മൾ കവർ ചെയ്തത്. മൂന്നാമത്തെ പോയിന്റ് എന്താ പറയുക, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. അതാണ് ബോണ്ട് ഈൽഡിൻ്റെ കർവിൽ വരുന്ന ഇൻവേർഷൻസ്. ഓക്കെ, അതായത് ബോണ്ട് ഈൽഡിൻ്റെ കർവ് നമുക്കറിയാം, അല്ലെങ്കിൽ ബോണ്ട് ഈൽഡുകൾ നമുക്കറിയാം. അത് എപ്പോഴും ലോങ് ടേം ബോണ്ടുകൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റും അതേസമയത്ത് തന്നെ ഷോർട്ട് ടേം ബോണ്ടുകൾക്ക് കുറവ് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. പക്ഷേ ചില എക്കണോമിക് സിനാരിയോസ് വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ചില രീതിയിൽ ഇൻട്രസ്റ്റ് റേറ്റുകൾ മാറിയും തിരിഞ്ഞൊക്കെ വരുന്ന ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ പ്രത്യേക സൈക്കിളുകൾ വരുന്ന സമയത്ത് ഈ ലോങ് ടേമിന് വരുന്ന ബോണ്ട് ഈൽഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന ഇൻട്രസ്റ്റിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് വളരെയധികം കുറഞ്ഞും അതേസമയത്ത് അതിനെക്കാട്ടിയും കൂടുതൽ പെർസെൻറ്റേജ് അല്ലെങ്കിൽ കൂടുതൽ ഈൽഡ് നമുക്ക് ഏതിൻ്റെ അകത്ത് കിട്ടുന്നതുമായിരിക്കും, നമുക്ക് ഷോർട്ട് ടൈം ബോണ്ടുകളുടെ അകത്ത് കിട്ടുന്നതുമായിരിക്കും. അപ്പോൾ ഇതിനെയാണ് നമുക്ക് ബോണ്ട് ഈൽഡിൻ്റെ കർവ് ഇൻവേഴ്സ് ചെയ്തു എന്ന് പറയുന്നത്. ഈ ഇൻവേഴ്സ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇൻവേഴ്സ് ചെയ്തതിന് ശേഷം ഇത് എപ്പോഴാണോ തിരിച്ചിത് അൺഇൻവേഴ്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ തിരിച്ച് നോർമലൈസ്ഡ് ആവുന്നത്, ആ സമയത്ത് നിന്നൊക്കെ ആയിരിക്കും നമ്മുടെ ബുൾ മാർക്കറ്റ് പീക്ക് ചെയ്യാൻ പോകുന്നത്. അത് എപ്പോൾ നോർമലൈസ് ആവുന്നു അവിടെ നിന്ന് കുറച്ച് നാളത്തേക്ക് കൂടെ റണ്ണപ്പ് വരുന്നതായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരു 2, 3, 4 മാസത്തെ ഒരു റണ്ണപ്പ് വരുന്നതായിരിക്കും. അത് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള റണ്ണപ്പ് ആയിരിക്കും തരുന്നത്. അതിനുശേഷം നമ്മുടെ മാർക്കറ്റ് പീക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ 3 ഇൻഡിക്കേറ്റേഴ്സും നമ്മൾ വളരെ കീനായിട്ട് വാച്ച് ചെയ്യേണ്ടി വരും. പക്ഷേ ഈ 3 ഇൻഡിക്കേറ്റേഴ്സും നമുക്ക് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് US മാർക്കറ്റിനെ മാത്രമേ റിലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ത്യൻ മാർക്കറ്റിൻ്റെ അകത്ത് നമ്മൾ ഈ 3 കാര്യങ്ങളും തപ്പിക്കൊണ്ട് നടക്കുകയാണെങ്കിൽ നമുക്ക് അത്ര കണ്ട് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കത്തില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് എന്തുകൊണ്ട് US മാർക്കറ്റിനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ അകത്ത് എത്ര കണ്ട് ആപ്ലിക്കബിൾ ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബിയസ്ലി നമ്മൾ US മാർക്കറ്റ് ഫോളോ ചെയ്താലും മതി. അവിടെ ഒരു ബുൾറൺ നടക്കാൻ നേരത്താണ് നോർമലി ഇവിടെയും ബുൾറൺ നടക്കുന്നത്. അതല്ലാതെ ഇന്ത്യൻ മാർക്കറ്റ് മാത്രമായിട്ട് ഒരു സെപ്പറേറ്റ് ബുൾറൺ നോർമലി അങ്ങനെ നടത്താറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മാത്രം ഫോളോ ചെയ്താൽ മതിയാകും. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റ് സ്പെസിഫിക് ആയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ടൂൾസ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് നമുക്ക് ചാർട്ടിങ്ങിൻ്റെ ഈ ഒരു സ്പെസിഫിക് പേജിലോട്ട് വരിക. അതായത് ചാർട്ടിങ്ങിൻ്റെ അകത്ത് നിങ്ങൾ കയറിയിട്ട് അതിൻ്റെ ഏറ്റവും മേളിലായിട്ട് 1 സെക്കൻഡ് ഞാൻ അതിൻ്റെ ടോപ്പോട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ചാർട്ടിങ്ങിൻ്റെ നോർമൽ നിങ്ങൾ ഹോം പേജിലോട്ട് വരിക. ഹോം പേജിൽ വരുമ്പോഴത്തേക്കും ഇവിടെ അറ്റ്ലസ് ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ താഴോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റിൻ്റെ
മാർക്കറ്റ് മെട്രിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ ഒരു ഓപ്ഷൻ കാണാം. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ മുന്നിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് ലിസ്റ്റുകൾ വരുന്നതായിരിക്കും. ഈ ലിസ്റ്റുകളുടെ അകത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് സ്റ്റോക്കുകൾ 20-ഡേ മൂവിങ് ആവറേജിന് മേളിലും 50-ഡേ മൂവിങ് ആവറേജിന് മേളിലും അതേ കണക്കിന് 200-ഡേ മൂവിങ് ആവറേജിന് മേളിലായിട്ടുള്ള നിൽക്കുന്നതിൻ്റെ ഒരു പെർസെൻറ്റേജ് എത്ര പെർസെൻറ്റേജ് സ്റ്റോക്കുകളാണ് ഈ പർട്ടിക്കുലർ മൂവിങ് ആവറേജിൻ്റെ മേളിലുള്ള എന്നുള്ള ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഇതിൻ്റെ അകത്ത് ലോങ് ടൈമിൽ നമ്മുടെ മാർക്കറ്റിൻ്റെ സൈക്കിൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ 200-ഡേ മൂവിങ് ആവറേജിൻ്റെ മേളിൽ എത്ര പെർസെൻറ്റേജ് സ്റ്റോക്കുകളുണ്ടെന്ന് നോക്കാം. അത് 50%-ന് മേളിലാണോ നമ്മളൊരു ബുൾ മാർക്കറ്റിൻ്റെ അകത്താണോ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ നോർമലി ഇങ്ങനെ ഇരിക്കാൻ നേരത്ത്, അതായത് ഒരു ബെയർ മാർക്കറ്റ് കഴിഞ്ഞിട്ട് ഇരിക്കാൻ നേരത്ത് എപ്പോഴാണ് ഈ ഒരു പർട്ടിക്കുലർ ലിസ്റ്റിൻ്റെ അകത്ത് 50%-ന് മേളിലുള്ള സ്റ്റോക്കുകൾ 200-ഡേ മൂവിങ് ആവറേജിന് മേളിലോട്ട് പോകുക എന്നുള്ളത് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. അത് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ബുൾ മാർക്കറ്റ് അവിടെ സ്റ്റാർട്ടായി നമുക്ക് പറയാൻ പറ്റും. അത് തിരിച്ച് പഴയ ലെവലിലോട്ട് വരുമ്പോഴത്തേക്കും ആ ബുൾ മാർക്കറ്റ് നമുക്ക് പീക്ക് ചെയ്തതെന്ന് നമുക്ക് പറയാൻ പറ്റുന്നതായിരിക്കും. പക്ഷേ ഇവിടെ എല്ലാം തന്നെ ആദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു 3 മുതൽ 4 വർഷം നീണ്ടു നിൽക്കുന്ന ആ ഒരു സൈക്കിൾ ഉണ്ടല്ലോ, ആ സൈക്കിൾ നിങ്ങൾ മനസ്സിൽ വെച്ചേക്കണം. ആ സൈക്കിളിൻ്റെ അകത്ത് ഇതെല്ലാം തന്നെ കോറിലേറ്റ് ചെയ്ത് വരണം, എന്നാൽ മാത്രമേ ഇതെല്ലാം തന്നെ വർക്ക് ചെയ്യുന്നുള്ളൂ. നമ്മൾ നോർമലി ഇതെല്ലാം തന്നെ ഒറ്റയ്ക്ക് നോക്കുകയാണെങ്കിൽ ഇതെല്ലാം ഒറ്റയ്ക്ക് പല പ്രാവശ്യമായിട്ട് സംഭവിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ ഇതെല്ലാം കൂടെ ഒരുമിച്ച് നോക്കാൻ നേരത്ത് ഇതെല്ലാം കൂടെ ഒരുമിച്ച് കോറിലേറ്റ് ചെയ്ത് വരുന്ന സമയം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള സമയത്തായിരിക്കും നോർമലി ഇതെല്ലാം നമുക്ക് എന്താ പറയുക കൃത്യമായിട്ട് പ്രാക്ടിക്കൽ യൂസിൽ കൊണ്ടുവരാൻ പറ്റുന്നത്. അവിടെ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ആക്ഷൻസ് എടുക്കാൻ പറ്റുള്ളൂ. ബൈ ചെയ്യണോ വിൽക്കണോ എന്നുള്ള കൃത്യമായിട്ടുള്ള ആക്ഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം തന്നെ കോറിലേറ്റ് ചെയ്ത് എടുക്കേണ്ടതാണ്. പിന്നെ അത് മാത്രമല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രഷ് ആയിട്ടൊരു പൊസിഷൻസ് ഒക്കെ ബിൽഡ് ചെയ്യാൻ നേരത്തെ നമ്മൾ എപ്പോഴും നോക്കുന്ന ഒരു കാര്യം, കഴിഞ്ഞ ഒരു വർഷത്തിൻ്റെ ഇടയിൽ മാർക്കറ്റ് എത്ര റിട്ടേൺസ് തന്നു, വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള റിട്ടേൺസ് ഷെയർ മാർക്കറ്റോ കഴിഞ്ഞൊരു വർഷത്തിൻ്റെ ഇടയിൽ തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യും. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് അവിടെ ഏകദേശം ഒരു ബുൾ മാർക്കറ്റിൻ്റെ പീക്കിലോട്ടാണ് നിൽക്കുന്നത്. ആ സമയത്ത് നമ്മൾ എടുക്കേണ്ട സ്ട്രാറ്റജി ഒരു ലോങ് ടേം സ്ട്രാറ്റജി അല്ല, കുറച്ചുകൂടെ ട്രേഡ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് എടുക്കുന്നതായിരിക്കും നല്ലതെന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ഡിസിഷൻസ് എടുക്കേണ്ടി വരും. എനിവേ ഈ രീതിയിലാണ് നമുക്ക് മാർക്കറ്റിനെ സൈക്കിൾ ചെയ്യാൻ പറ്റുന്നത്. ഇനി നമുക്ക് വീഡിയോയുടെ എന്താ പറയുക തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇതുവരെ ആരും പറയാത്ത കുറച്ച് കാര്യങ്ങൾ നമുക്ക് കവർ ചെയ്യാനുണ്ട്. മീൻസ് ഇതുവരെ നമ്മുടെ വീഡിയോസിൽ നമ്മൾ കവർ ചെയ്യാത്ത കുറച്ച് പോയിന്റുകൾ. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എമർജിങ് തീമിനെ പറ്റിയിട്ടാണ്. അതായത് എപ്പോഴും ആൾക്കാരുള്ള ഒരു ഡൗട്ടാണ് ഈ മാർക്കറ്റിൻ്റെ അകത്ത് നെക്സ്റ്റ് എമർജിങ് തീം ഏതാണെന്ന് നമ്മൾ എങ്ങനെ നേരത്തെ അറിയാൻ പറ്റും, എങ്ങനെ ഒരു എമർജിങ് തീമിലോട്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റുമെന്ന് പല ആൾക്കാരും ചോദിക്കാറുണ്ട്. ഇതിൻ്റെ അടുത്ത് നമ്മൾ ആക്ച്വലി അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എമർജിങ് തീം പെർഫോം ചെയ്ത് കഴിയാതെ അതൊരു എമർജിങ് തീം ആയിരുന്നു എന്ന് തുടക്കത്തിലെ ആർക്കും തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. ആൾക്കാർ പല ടൈപ്പിലുള്ള തീമുകൾ പല ടൈപ്പിലുള്ള പ്രഡിക്ഷൻസ് നടത്തുന്നതായിരിക്കും. ഇതിലേതെങ്കിലുമൊക്കെ ഒരു തീം എമർജിങ് തീമായിട്ട് വരുന്നതായിരിക്കും. ഞാനിപ്പോൾ ഒരു 5 തീം പറയുകയാണെങ്കിൽ അതിലൊരു 2 തീം എമർജിങ് തീമായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ റിട്ടേൺസ് തരുന്ന ഒരു തീമായിരിക്കും. അതിനുശേഷം അത് പെർഫോമൻസ് നടത്തിയതിന് ശേഷം അവസാനം വന്നിട്ട് ഞാൻ പറയും ഇത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ എന്ന് പറയും. ആ രീതിയിലാണ് എല്ലാ ആൾക്കാരും പറയുന്നത്. അല്ലാതെ നമുക്ക് കൃത്യമായിട്ട് മാർക്കറ്റ് റണ്ണപ്പ് കാണിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല ഈ ഒരു പർട്ടിക്കുലർ സെക്ടർ ആയിരിക്കും ഇനി റണ്ണപ്പ് ചെയ്യാൻ പോകുന്നത് നമുക്ക് വളരെയധികം കോൺഫിഡൻസ് ഉള്ളതെന്ന് ഒരിക്കലും പറയാൻ പറ്റുന്നതല്ല. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമ്മൾ PSU സ്റ്റോക്കുകൾ നോക്കുക. PSU സ്റ്റോക്കുകൾ ഇത്ര കണ്ട് റണ്ണപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാവരും PSU സ്റ്റോക്കുകളാണ് ഈ ഒരു ബുൾറൺ ലീഡ് ചെയ്തതെന്ന് പറയുന്നത്. തുടക്കത്തിൽ ആർക്കും തന്നെ അറിയത്തില്ലായിരുന്നു PSU സ്റ്റോക്കുകളാണ് ലീഡ് ചെയ്യാൻ പോകുന്നതെന്ന്. വേറെ പല സ്റ്റോക്കുകളും ലീഡ് ചെയ്യുമെന്നാണ് ആൾക്കാരെല്ലാവരും വിചാരിച്ചത്. പക്ഷേ PSU സ്റ്റോക്കുകൾ ലീഡ് ചെയ്തു. ഇപ്പോൾ നമ്മൾ US സ്റ്റോക്കിൻ്റെ അകത്ത് വരിക. US-ൻ്റെ അകത്ത് നമ്മളിപ്പോഴും പറയുന്നത് AI റിലേറ്റഡ് ബുൾറൺ നടക്കും, AI റിലേറ്റഡ് ബുൾറൺ നടക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ AI റിലേറ്റഡ് ആയിട്ടുള്ള പല സ്റ്റോക്കുകളും ഇപ്പോഴും വളരെ താഴത്തെ ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്. പെർഫോം ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അത് റിലേറ്റഡ് ആയിരുന്നോ അല്ലയോ ബുൾറൺ എന്നൊക്കെ തന്നെ. നമുക്കിപ്പോൾ അത് റിലേറ്റഡ് ആയ കുറച്ച് സ്റ്റോക്കുകൾ മേടിച്ച് വയ്ക്കാം, നടക്കുമോ ഇല്ല എന്നുള്ളത് നമുക്ക് ഒരിക്കലും തന്നെ നേരത്തെ കൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. നോർമലി നമ്മൾ പല സ്റ്റോക്കുകളും ഒരു പോസ്റ്റർ ബോയ് ഇതായി ഈ സ്റ്റോക്കായിരുന്നു നമ്മുടെ മാർക്കറ്റിനെ ലീഡ് ചെയ്തത്, മാർക്കറ്റിൻ്റെ കഴിഞ്ഞ ബുൾറണിലെ പോസ്റ്റർ ബോയ് എന്നൊക്കെ പല സ്റ്റോക്കുകളൊക്കെ നമ്മൾ പറയുമ്പോൾ എല്ലാം തന്നെ അതൊന്നും തന്നെ തുടക്കത്തിലേ നമുക്ക് അറിയത്തില്ലായിരുന്നു. നമ്മൾ ജസ്റ്റ് അതിൻ്റെ പെർഫോമൻസ് നടന്നതിന് ശേഷമാണ് പറയുന്നത് ഈ സ്റ്റോക്കായിരുന്നു ഈ ഒരു പർട്ടിക്കുലർ ബുൾറണിൻ്റെ പോസ്റ്റർ ബോയ് എന്ന്, അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ തീമായിരുന്നു നമ്മളെ മാർക്കറ്റിനെ റണ്ണപ്പ് ചെയ്ത് കൊണ്ടുവന്നതെന്ന്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ ഇത് റൈഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നേരത്തെ ഒരു ആദ്യത്തെ സെഷനിൽ നമ്മൾ മാർക്കറ്റിൻ്റെ സൈക്കിളുകൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സൈക്കിൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു ബുൾ മാർക്കറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് ഫേസിലാണ് നിൽക്കുന്നതെങ്കിൽ നമുക്കൊരു 4-5 തീമുകൾ ഉണ്ടായിരിക്കും. അതായത് 4-5 തീമുകളായിരിക്കും ഈ ബുൾ റൺ റൈഡ് ചെയ്യാൻ പോകുന്നത്. നമുക്കൊരു ഏകദേശം ഐഡിയ ഉണ്ടായിരിക്കും. ആ ഐഡിയയിലോട്ട് നമുക്ക് പല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ കിട്ടുന്ന ഐഡിയാസ് വെച്ചിട്ടും അതേ കണക്കിന് ഇതിന് മുമ്പ് ബുൾ റൺ നടക്കാത്ത റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഗ്രോത്ത് സെക്ടേഴ്സിനെ പറ്റിയിട്ടൊക്കെ അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കും ഇന്ന തീമുകളൊക്കെ പെർഫോം ചെയ്യാൻ ചില ചാൻസ് ഉണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള കുറച്ച് സ്റ്റോക്കുകൾ അല്ലെങ്കിൽ കുറച്ച് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ നമ്മൾ പിക്ക് ചെയ്യുക. അതിൻ്റെ അകത്തെല്ലാം തന്നെ നമ്മൾ പൊസിഷൻസ് ബിൽഡ് ചെയ്യുക. അതായത് ഒരു 4-5 തീമുകളുടെ അകത്ത് നമ്മൾ പൊസിഷൻസ് നമ്മൾ ബുൾ മാർക്കറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് ഫേസിലാണെങ്കിൽ നമ്മൾ ബിൽഡ് ചെയ്യുക. അവിടെ നമ്മളൊരു വാല്യൂ ഇൻവെസ്റ്ററിനെ കണക്ക് കുറച്ചൊരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള അപ്രോച്ച് എടുക്കേണ്ടതാണ്. അതിനുശേഷം ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ് എന്നുള്ള ഫ്രെയിം വർക്കിലൂടെ നമ്മൾ എപ്പോഴാണ് പോകേണ്ടത്, ഈ ബുൾ മാർക്കറ്റ് കൃത്യമായൊരു എന്താ പറയുക ഒരു ബുൾ മാർക്കറ്റായി മാറി ഇത് ഒന്ന് എമർജ് ചെയ്ത് കയറി പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിൽ ഏതൊക്കെയാണ് ലീഡ് ചെയ്യാൻ പോകുന്ന സെക്ടർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അകത്ത് പെർഫോം ചെയ്യാത്ത
സെക്ടറുകളെ കട്ട് ചെയ്തിട്ട് പെർഫോം ചെയ്യുന്ന സെക്ടറിലോട്ട് നിങ്ങൾ പൊസിഷൻസ് കൂടുതൽ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളൊരു ഗ്രോത്ത് ഇൻവെസ്റ്റർ ആയിട്ട് മാറുന്നതായിരിക്കും. അങ്ങനെ ഒരു ബുൾ മാർക്കറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് ഫേസിൽ നമ്മളൊരു വാല്യൂ ഇൻവെസ്റ്ററിനെ കണക്കും ബുൾ മാർക്കറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മളൊരു ഗ്രോത്ത് ഇൻവെസ്റ്ററിനെ കണക്കും നമ്മൾ ബിഹേവ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം നമ്മൾ ബുൾ മാർക്കറ്റിൻ്റെ ടോപ്പിലോട്ട് എത്തുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അവിടെ ഒരു ട്രേഡറായിട്ട് മാറണം. പിന്നെ സ്റ്റോപ്പ് ലോസിൽ അടിക്കുന്ന അനുസരിച്ചിട്ട് നമുക്ക് എക്സിറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ പല സ്റ്റോക്കുകളിലും നോക്കാൻ നേരത്ത് നമുക്ക് എന്താ പറയുക, നമുക്ക് റിസ്ക് റിവാർഡ് റേഷ്യോ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കത്തില്ല. പല സ്റ്റോക്കുകളും വളരെ വയലൻ്റ് ആയിട്ടുള്ള റണ്ണപ്പുകൾ നടത്തിയിട്ട് നിൽക്കുകയായിരിക്കും. അവരുടെ വോളറ്റിലിറ്റി എന്ന് പറഞ്ഞാൽ വളരെയധികം ഹൈ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു എൻട്രി പോയിന്റുകളൊന്നും പിന്നെ നമുക്ക് സ്റ്റോക്കുകളിനകത്ത് കിട്ടുന്നതായിരിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ വരാൻ നേരത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ അകത്ത് നമ്മുടെ റിസ്ക് കൂടുകയാണ്. റിസ്ക് പല ടൈപ്പിലുള്ള റിസ്കുകളുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ എപ്പോഴും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് റിസ്ക്, പിന്നെ അതേ കണക്കിന് മാനേജ്മെൻറ്റ് റിസ്ക്, മൂന്നെന്ന് പറയുന്നത് മാർക്കറ്റ് റിസ്ക്. ഈ 3 റിസ്കുകൾ നമുക്ക് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് മിനിമൈസ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. പക്ഷേ അതേ സമയത്ത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ചില റിസ്കുകളുണ്ട്. അതെന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ഇവൻറ്റ് റിസ്ക്. ഇപ്പോൾ ഇലക്ഷൻ റിസ്ക് എന്ന് പറയുന്നത് അതൊരു ഇവൻ്റാണ്. ആ ഇവൻ്റ് റിലേറ്റഡ് ആവുന്ന സ്റ്റോക്കുകളിൽ നമുക്ക് മാറി നിൽക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകൾ, അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന റിസ്കുകളിൽ നമ്മൾ മാറി നിൽക്കുക. പിന്നെ അതേ കണക്ക് തന്നെ പ്രൈസ് റിസ്ക്, അതായത് ഒരു സ്റ്റോക്ക് 10x 20x റിട്ടേൺസ് തന്നു, 10x 20x റിട്ടേൺസ് തന്നു കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ നിന്ന് ആ പർട്ടിക്കുലർ ലെവലിൽ നിന്ന് ചിലപ്പോൾ ഒന്ന് ഡബിൾ ആയെന്നിരിക്കാം. പക്ഷേ എന്ന് കരുതിയിട്ട് ആ സ്റ്റോക്കിന് പിന്നെ ഒരു 10x 20x റിട്ടേൺസ് വരെയുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വളരെയധികം കുറവായിരിക്കും. അത് എപ്പോഴും അങ്ങനെയാണ്. അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും. ഒരു സ്റ്റോക്ക് ഒരു ബ്രേക്ക്ഔട്ടിന് ശേഷം 5% റണ്ണപ്പ് വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 99% ആയിരിക്കും. അല്ലെങ്കിൽ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും അതൊരു 10% റണ്ണപ്പ് വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ഒരു 90% ആയിരിക്കും. 25% റണ്ണപ്പ് വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ഒരു 50% ആയിരിക്കും. ഒരു 10x റിട്ടേൺസ് വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ഒരു 5% ആയിരിക്കും. ഒരു 20x റിട്ടേൺസ് വരാനുള്ള ഒരു പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഒരു പെർസെൻറ്റേജ് എന്ന് പറയുന്നത് അതൊരു എന്താ പറയുക, ഒരു 1% ചാൻസ് ആയിരിക്കും. അതും പിന്നെ ഒരു 100x റിട്ടേൺസിലോട്ട് അതേ റണ്ണപ്പിൽ തന്നെ ഒരു രീതിയിലുള്ള കറക്ഷൻ എടുക്കാതെ ഒരു 2-3 വർഷത്തെ സൈഡ് വൈസ് ഒന്നും പോകാതെ ആ ഒരു പർട്ടിക്കുലർ ഫ്ലോയിൽ തന്നെ അതൊരു 100x റിട്ടേൺസ് വരെയുള്ള പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ 0.0001% ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രോബബിലിറ്റിയിൽ നമ്മൾ ഔട്ടായി വരുന്നതിനനുസരിച്ച് നമ്മൾ പ്രൈസ് റിസ്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റോക്ക് ഒരുപാട് 10x 20x റിട്ടേൺസ് തരാൻ നേരത്ത് നമുക്കിനി ആ പ്രൈസ് റിസ്ക്, ആ ഒരു പർട്ടിക്കുലർ പ്രൈസിൽ ആ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നത് നമുക്ക് റിസ്കി ആയിട്ടുള്ളൊരു പൊസിഷനാണ്. പിന്നെ അവിടെ നിന്ന് കറക്ഷൻ നടത്താനുള്ള ചാൻസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ. അപ്പോൾ ആ രീതിയിൽ പ്രൈസ് റിസ്ക് ഉള്ള സ്റ്റോക്കുകളിൽ നിന്ന് നമ്മൾ ബെറ്റർ മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് നമ്മുടെ റിസ്ക് ബുൾ മാർക്കറ്റിൻ്റെ ടോപ്പിലോട്ട് എത്തുമ്പോഴത്തേക്കും നമ്മൾ മിനിമൈസ് ചെയ്ത് വന്നിട്ട് പിന്നെ നമ്മളൊരു ട്രേഡറിൻ്റെ കണക്ക് ബിഹേവ് ചെയ്യാൻ തുടങ്ങും. നമ്മൾ പിന്നീട് എടുക്കുന്ന സ്റ്റോക്കുകളിൽ നമ്മളൊരു ട്രേഡറിൻ്റെ കണക്ക് കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഒക്കെ വെച്ചിട്ട് പൊസിഷൻസ് ബിൽഡ് ചെയ്യാൻ തുടങ്ങും. ആദ്യം നമ്മൾ ബുൾ മാർക്കറ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസുകൾ കുറച്ചുകൂടെ വൈഡ് ആയിരിക്കും. അതായത് ഒരു 10%, 20% ഒക്കെ വേണമെങ്കിൽ പോലും നമ്മൾ സ്റ്റോപ്പ് ലോസുകൾ വെക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് അത്രയായിട്ട് പോസിറ്റീവ് അല്ല. സ്റ്റോപ്പ് ലോസുകൾ നമ്മൾ 3%, 5%ഒക്കെ വെക്കുകയാണെങ്കിൽ അത് അടിക്കാൻ, ആ സ്റ്റോപ്പ് ലോസുകൾ ഹിറ്റ് ആവാനുള്ള ചാൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ നമ്മൾ ആ സമയത്ത് വളരെ എന്താ പറയുക, ടൈറ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസുകൾ വയ്ക്കാതില്ല. പക്ഷേ മേലോട്ട് ബുൾ മാർക്കറ്റിൻ്റെ ടോപ്പിലോട്ട് എത്തുമ്പോഴത്തേക്കും നമ്മളൊരു പക്ക ട്രേഡറിനെ കണക്ക് ബിഹേവ് ചെയ്യുക. ഒരു പർട്ടിക്കുലർ സമയം എത്തുമ്പോഴത്തേക്കും നമ്മുടെ ട്രേഡിംഗ് സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോക്കുകളോ ഒന്നും തന്നെ വർക്ക് ആവാതെ ആകുമ്പോഴത്തേക്കും എല്ലാം തന്നെ നമ്മൾ പതുക്കെ മാർക്കറ്റിൽ നിന്ന് തനിയെ നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിച്ച് നമ്മൾ എക്സിറ്റ് ആയി പോകുന്നതാണ്. അതിനുശേഷം അതൊരു ബെയർ മാർക്കറ്റിലോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ മാർക്കറ്റിൻ്റെ സൈക്കിളുകൾ പ്രെഡിക്റ്റ് ചെയ്ത് നമുക്ക് മാർക്കറ്റിൻ്റെ അകത്ത് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു റൂൾ എന്ന് പറയുന്നത്. ഈ ടൈപ്പിൽ നമ്മൾ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴത്തേക്കും നമ്മുടെ എയിം എന്ന് പറയുന്നത് നമ്മുടെ പോർട്ട്ഫോളിയോ ഡബിൾ ചെയ്യുക എന്നുള്ളതാണ്. ഓരോ ബുൾ സൈക്കിളിലും നമ്മളെ പോർട്ട്ഫോളിയോ ഡബിൾ ചെയ്യുക. അതല്ലാതെ ഇവിടെ വേറെ എയിം ഒന്നുമില്ല. നമുക്ക് 10x റൈഡ് ചെയ്യണം, 20x റൈഡ് ചെയ്യണം, അങ്ങനെ രീതിയിലുള്ള ഒരു എയിമും തന്നെ ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 10x 20x ഒന്നും കിട്ടുമെന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ല. ഇവിടെ എല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ വളരെ കോൺസെൻട്രേറ്റ് ഉള്ള ഒരു പോർട്ട്ഫോളിയോ റൺ ചെയ്തുകൊണ്ട് തന്നെ ഒരു സ്റ്റോക്ക് ഇപ്പോൾ ഒരു 3x റിട്ടേൺ തന്നാൽ പോലും എനിക്ക് എൻ്റെ പോർട്ട്ഫോളിയോ ഡബിൾ ആവണം. ആ രീതിയിലുള്ള ടൈപ്പ് റിട്ടേൺസ് ആയിരിക്കും നമ്മൾ ഓരോ സ്റ്റോക്കുകളിൽ നിന്നും എടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ പോകാൻ നേരത്ത് നമുക്ക് നമ്മുടെ ഓരോ ബുൾ മാർക്കറ്റിൻ്റെ അകത്തും അല്ലെങ്കിൽ ഓരോ ബുൾ സൈക്കിളിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോ ഡബിൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓവറോൾ നമ്മൾ ലോങ് ടൈമിൽ നോക്കാൻ നേരത്ത് നല്ല രീതിയിലുള്ള വെൽത്ത് ക്രിയേറ്റ് ചെയ്ത് എടുക്കാനും നമുക്ക് മാർക്കറ്റിൻ്റെ അകത്തുനിന്ന് പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാക്കി നിങ്ങൾക്ക് സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടും മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടും എന്തെങ്കിലും ക്വയറീസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം തന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. എനിക്ക് ടൈം കിട്ടുന്നതിനനുസരിച്ചിട്ട് എല്ലാ കമൻറ്റിനുള്ള മറുപടി തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്, ഹാപ്പി ട്രേഡിംഗ്, ഹാവ് എ ഗുഡ് നൈറ്റ്. താങ്ക് യു.